ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൈറ്റാണ് കേട്ടോ. ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ മസാല ഒന്നും വഴറ്റിയിട്ട് ഒരുപാട് ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് സവാള ഫ്രൈ ചെയ്തതാണ് കേട്ടോ വേണ്ടത്. 1 കിലോ ചിക്കനിലേക്ക് 3 സവാളയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 5 പച്ചമുളക് ചതച്ചതും 1 പിടി മല്ലിയില, അതുപോലെ തന്നെ 1 പിടി പുതിനയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 കപ്പ് തൈരും, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം സ്പൈസിയായ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇടയിലാണ് ഞാൻ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ദം ചെയ്തെടുക്കുക. വളരെ എളുപ്പം റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും മല്ലിയിലയും പുതിനയിലയും സവാള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് ദമ്മിട്ടെടുക്കണം കേട്ടോ. നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.